ഇനി നമ്മൾ പറഞ്ഞു രാത്രി നിസ്കാരം 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 2 റക്അത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഓരോ 2 റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഓരോ 2 റക്അത്ത് തുടങ്ങുമ്പോഴും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചൊല്ലല് സുന്നത്താണ്. അതിൽ 2 അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അതുപോലെ തന്നെ ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനിസി ഹഫിളഹുല്ല, അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സലാം വീട്ടുന്ന ഓരോ 2 റക്അത്ത് എന്തായിട്ടാണ് പരിഗണിക്കുക? സ്വതന്ത്രമായ നിസ്കാരങ്ങളായിട്ടാണ് പരിഗണിക്കുക. സലാം വീട്ടുന്ന ഓരോ 2 റക്അത്തും സ്വതന്ത്രമായ നിസ്കാരങ്ങളാണ്. അപ്പോൾ തക്ബീർ കെട്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. പിന്നെ ആ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അടുത്ത 2 റക്അത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. അത് സുന്നത്താണ്. ഇനി ഒരാൾ തീരെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ല, അയാളെ നിസ്കാരത്തെ ബാധിക്കുമോ? ഇല്ല. ഫർള് നിസ്കാരമാണെങ്കിൽ ബാധിക്കുമോ? ഫർള് നിസ്കാരത്തിൽ ഒരാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിലോ ബാധിക്കുമോ? ഇല്ല. സുന്നത്ത് നിസ്കാരമായാലും ഫർള് നിസ്കാരമായാലും ഒക്കെ പ്രാരംഭ പ്രാർത്ഥന ഉള്ളത് എന്താണ്? നിസ്കാരത്തിന്റെ സുന്നത്താണ്, നിർബന്ധമല്ല. മയ്യത്ത് നിസ്കാരമാണെങ്കിലോ? മയ്യത്ത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഉണ്ടോ? ഇല്ല.